പലവരും അവരുടെ ഫിസിക്കൽ ഹങ്കർ മാറ്റുന്നതിനപ്പുറത്തോട്ട് അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള ഹങ്കറിനെ മാറ്റാൻ, അല്ലെങ്കിൽ അവരുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കുന്ന പലരെയും നമ്മൾ ചുറ്റുവഴും കണ്ടിട്ടുണ്ടാവും. അതുപോലെ നമ്മളിൽ തന്നെ നമ്മൾ ചിലപ്പം കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളുടെ വയറ് ഫുള്ളാണ്, പിന്നെയും ഫുഡ് കഴിക്കാൻ നമുക്ക് പറ്റില്ലാത്തൊരു സാഹചര്യത്തിൽ ഇരിക്കുമ്പോഴും നമുക്ക് പിന്നെയും ഫുഡ് കഴിക്കാനോ, അല്ലെങ്കിൽ ഫുഡ് ഒരു കംഫർട്ടായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ സ്ട്രെസ് റിലീഫായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഫുഡ് കൊടുത്ത് റിവാർഡ് ചെയ്യാം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ, അത് മെയിൻലി ഈ ഫുഡെന്ന് പറയുന്നത് ഈ ഒരു ഇമോഷണൽ ഈറ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഫുഡ് വരുന്നതെന്ന് പറയുന്നത് ഒരു ജങ്ക് ഫുഡ് ടൈപ്പ് ഓഫ് ഫുഡാണ് നമ്മൾ കഴിക്കുക. ഹെൽത്തി ഫുഡിനോടപ്പുറത്തേക്ക് ഒരു ജങ്ക് ഫുഡ്, അല്ലെങ്കിൽ സ്വീറ്റ്സ്, പിസ്സ, ഐസ്ക്രീം, ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് നമ്മുടെ ബോഡീനെ, അല്ലെങ്കിൽ നമ്മുടെ ഹങ്കറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കഴിക്കുന്നതിനെയാണ് നമ്മൾ ഇമോഷണൽ ഹങ്കർ എന്ന് പറയുന്നത്. നമ്മളുടെ ഫിസിക്കൽ നീഡ്സിനോടപ്പുറത്തേക്ക് നമുക്കൊരു ഇമോഷണൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമോഷണൽ ഈറ്റിംഗ് ചെയ്യുന്നത്. പക്ഷെ നമ്മളത് കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇത്രയും അൺഹെൽത്തി ഫുഡാണല്ലോ കഴിച്ചതെന്ന് പറഞ്ഞിട്ട് ഗിൽട്ടും ഉണ്ടാവും. അതേപോലെ നമുക്കൊരു സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു ഇമോഷനെ നമുക്ക് മറികടക്കാൻ സാധിക്കാൻ പറ്റാത്ത ഒരൊറ്റ പോയിന്റിൽ, ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മൾ കൊടുക്കുന്ന റിലീഫ് മാത്രമാണ് ഈ അൺഹെൽത്തി ഫുഡ് ഈറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇമോഷണൽ ഈറ്റിംഗ് എന്ന് പറയുന്നത്. ആ ഒരു കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നീട് അത് ഓർക്കുമ്പോൾ റിഗ്രറ്റ് തോന്നും. അതുപോലെ തന്നെ നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ് അതേപോലെ തന്നെ നിൽക്കുകയാണ് നമ്മൾ കാണുന്നത്. ശരിക്കും എന്താണ് ഇമോഷണൽ ഹങ്കർ, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഹങ്കർ? നമുക്ക് ബോഡിയിൽ സാധാരണ വരുന്ന വിശപ്പ്, അല്ലെങ്കിൽ ആ വിശപ്പും ഇമോഷണൽ ഹങ്കറും, നമ്മൾ ഇമോഷൻസിനെ മാറ്റാൻ വേണ്ടിയിട്ട്, അതിന് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ്, അല്ലെങ്കിൽ ഇമോഷണൽ ഹങ്കർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇമോഷണൽ ഹങ്കർ എന്ന് പറയുന്നത് പെട്ടെന്നായിരിക്കും നമുക്ക് വരുന്നത്. പക്ഷെ നമുക്ക് മറ്റ് ഫിസിക്കൽ ഹങ്കർ, അല്ലെങ്കിൽ നമുക്ക് സാധാരണ വരുന്ന വിശപ്പെന്ന് പറയുന്നത് ഗ്രാജ്വലി ആയിരിക്കും വരുന്നത്. ഇമോഷണൽ ഹങ്കറിൻ്റെ കേസിൽ നമ്മളിപ്പം അപ്പം തന്നെ നമുക്കതിനെ ഫുൾഫിൽ ചെയ്യാൻ തോന്നും നമുക്ക്. അതായത് ഇപ്പം നമ്മൾ അപ്പം തന്നെ നമുക്ക് ഇമോഷണൽ ഹങ്കർ തോന്നുമ്പോൾ തന്നെ നമ്മൾ പുറത്ത് പോവുക, ജലേബി കഴിക്കുക, അല്ലെങ്കിൽ അൺഹെൽത്തി ഫുഡ്, പിസ്സ, അതൊക്കെ കഴിക്കുക, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിക്കുക. അങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്കതിനെ ഫുൾഫിൽ ചെയ്യാൻ തോന്നുകയാണ് നമുക്ക് ഇമോഷണൽ ഹങ്കറിൽ തോന്നുക. പക്ഷെ നമ്മൾ ഫിസിക്കൽ ഹങ്കർ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ സമയം വെയിറ്റ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട്. ഇമോഷണൽ ഹങ്കറിനകത്ത് നമുക്ക് വരുന്ന ഫുഡെന്ന് പറയുന്നത് കൂടുതലും അൺഹെൽത്തി ഫുഡായിരിക്കും, അല്ലെങ്കിൽ ആ പേഴ്സണുള്ള ആ ഒരു പർട്ടിക്കുലർ കംഫർട്ട് ഫുഡായിരിക്കും. അതുപോലെ ഫിസിക്കൽ ഹങ്കർ എന്ന് പറയുന്നത് നമുക്ക് കുറേ സാധനങ്ങൾ അതിൽ വരും. അതുപോലെ വെജിറ്റബിൾസ്, അത് കൂടുതലും ഹെൽത്തി ഫുഡ് റിലേറ്റഡ് ആയിരിക്കും. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനെ നമുക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡായിരിക്കും അതിൽ വരുന്നത്. ഇമോഷണൽ ഹങ്കറിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമോഷണൽ ഹങ്കർ നമ്മൾ എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല. പക്ഷേ ഫിസിക്കൽ ഹങ്കർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വിശപ്പ് അടങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളവിടെ നിർത്തും. പക്ഷേ ഇമോഷണൽ ഹങ്കർ എന്ന് പറയുമ്പോൾ പിന്നെയും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി ഭയങ്കരമായിരിക്കും. എന്തുകൊണ്ടാണ് പല ആൾക്കാരും ഇങ്ങനെ ഇമോഷണൽ ഈറ്റിങ്ങിലോട്ട് പോകുന്നത്? കൂടുതലും അവരുടെ സ്ട്രെസ്സ് റിലീഫിന് വേണ്ടിയിട്ടായിരിക്കാം ചിലവർ പോകുന്നത്. അതുപോലെ ചിലവരെന്ന് പറയുന്നത് അവർക്ക് ബോറടിച്ചിരിക്കുമ്പോഴായിരിക്കും, ആ ഒരു എംപ്റ്റിനെസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ചിലവരുടെ ഒരു ചൈൽഡ്ഹുഡ് ഹാബിറ്റായിരിക്കാം അങ്ങനെ ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ പല പല റീസൺസ് ഉണ്ട് ഇതിന് ഇമോഷണൽ ഈറ്റിങ്ങിലേക്ക് ഒരാളെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് എങ്ങനെ ഈ ഒരു ഇമോഷണൽ ഈറ്റിങ്ങിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യാം? അങ്ങനെ നമുക്ക് തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ തോന്നുന്ന സമയത്ത് നമുക്ക് വേറൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഒന്നുകിൽ നമുക്ക് യോഗ ചെയ്യാം, മെഡിറ്റേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കുന്നതിലൂടെ നമുക്ക് ഇമോഷണൽ ഈറ്റിങ്ങിനെ കുറേയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, അത് നമ്മൾ ഫോളോ ചെയ്യുക. ചില സമയത്ത് നമുക്ക് തേഴ്സ്റ്റ് വരുമ്പോൾ നമ്മൾ ഹങ്കറായിട്ട് നമുക്കൊന്ന് മിസ്റ്റേക്കൻ ചെയ്യും. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും ആക്ച്വലി നമ്മുടെ ബോഡി
ഫുഡിന് വേണ്ടിയിട്ടാണ് ക്രേവ് ചെയ്യുന്നത്, പക്ഷെ അത് ഡീഹൈഡ്രേറ്റ് ആയിരിക്കുന്നതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് വെള്ളം ഇഷ്ടം പോലെ കുടിക്കുക. അങ്ങനെ ഈ ഒരു വേസിലേക്കൊക്കെയാണ് നമുക്ക് ഇമോഷണൽ ഈറ്റിങ്ങിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. താങ്ക് യു.